ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എപ്പിസോഡ് 4ൻ്റെ തുടക്കത്തിൽ നായികയുടെ ഇളയ മകൾ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് നായിക ടെസ്റ്റ് ആണോ എന്ന് ചോദിക്കുന്നതിൽ അല്ല, അച്ഛൻ നേരത്തെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞ് ആ സീൻ അവിടെ കഴിയുന്നു. നായിക ഓഫീസിലേക്ക് എത്തുമ്പോൾ ഉമർ നായികയോട് ALHലെ ആനന്ദ് രംഗസ്വാമി എന്നൊരാൾ ഹെൽത്ത് കോംപ്ലിക്കേഷനും ക്ലയൻറ്റിനോട് അത്ര ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ അയാളെ ലേ ഓഫ് ചെയ്തു. അപ്പോൾ ആരെ വേണമെങ്കിലും കമ്പനിയിൽ നിന്ന് ലേ ഓഫ് ചെയ്യാം, നമ്മൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആയ ആളായിരിക്കും ടാർഗറ്റ് എന്ന് നായികയോട് പറയുമ്പോൾ നായിക അത് കേട്ട് ഒന്ന് ഞെട്ടുന്നു. അടുത്ത സീനിൽ ഫേമിൻ്റെ ഹെഡ് നായികയോടും ഉമറിനോടുമെല്ലാം വേൽപാണ്ഡ്യൻ ഹൈക്കോർട്ടിലേക്ക് കേസ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഉമർ താൻ വേൽപാണ്ഡ്യനെ പറ്റി എല്ലാം പഠിച്ചിട്ടുണ്ടെന്നും അയാളുടെ എന്തൊക്കെ ഡീലിങ്സ് എന്തെല്ലാം ആണെന്നും എല്ലാം പഠിച്ചിട്ടുണ്ടെന്നും ഫേമിൻ്റെ ഹെഡിനോട് പറയുന്നു. പക്ഷേ അപ്പോൾ ഫേമിൻ്റെ ഹെഡ് വേൽപാണ്ഡ്യൻ വേഴ്സസ് മൈനറെ എന്ന കേസ് തരുണികയ്ക്ക്, അതായത് നമ്മുടെ നായികയ്ക്ക് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു. നായിക തനിക്ക് എന്തിനാണ് ഈ കേസ് തന്നത് എന്ന് ചോദിക്കുന്നതിൽ തരുണിക ഏറ്റെടുത്താൽ ഈ കേസ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും, കുറച്ചും കൂടെ സ്പൈസ് ആവും എന്ന് പറയുന്നു. കാരണം വേൽപാണ്ഡ്യനാണ് തരുണികയുടെ ഹസ്ബൻഡിനെ ഇൻസൾട്ട് ചെയ്ത ആ വീഡിയോ ഇട്ടതെന്നും അപ്പോൾ നായിക തന്നെ കേസ് വാദിച്ചാൽ കൂടുതൽ ഫോക്കസ് നമുക്ക് നമ്മുടെ ഫേമിന് തന്നെ കിട്ടുമെന്നും ഫേമിൻ്റെ ഹെഡ് പറയുന്നു. പക്ഷെ അപ്പോൾ തരുണിക, ഞാൻ ജെനുവിൻലി ആദ്യയ്ക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്നും എനിക്ക് അയാളോട് റിവെഞ്ച് എടുക്കണ്ട എന്നും പറയുന്നു. അപ്പോൾ ഫേമിൻ്റെ ഹെഡ്, പക്ഷേ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ മുതലാക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഫേമിൻ്റെ ഹെഡ് നായികയോട് കാം ഡൗൺ ചെയ്യാനും ഈ കേസിൽ നിന്ന് ആദ്യക്കും ബെനിഫിറ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ നായിക അത് ഏറ്റെടുക്കാൻ സമ്മതിക്കുന്നു. അടുത്ത സീനിൽ ഒരു ഷോയിൽ ഒരു കുട്ടി തന്നെ വിളിക്കുന്ന ക്ലയൻസിനെ പറ്റി ഓരോന്ന് പറയുകയാണ്. ആ കുട്ടി ഒരു എസ്കോട്ടാണ്, അതായത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് പോലെ വർക്ക് ചെയ്യുന്ന ആളാണ്. ആ കുട്ടി ഒരുപാട് പേർ തന്നെ വിളിക്കാറുണ്ടെന്നും ഓരോരുത്തർക്കും ഓരോ കാര്യമാണ് വേണ്ടതെന്ന് പറയുന്നു. അപ്പോഴാണ് ആ കുട്ടി നായികയുടെ ഹസ്ബൻഡും, അതായത് ഡയറക്റ്റായി പറയുന്നില്ല പക്ഷേ ഇൻഡയറക്ട്ലി നായികയുടെ ഹസ്ബൻഡും തന്നെ വിളിക്കാറുണ്ടെന്നും അയാളുടെ ഫാൻറ്റസി എപ്പോഴും അയാളെ യുവർ ലോഡ്ഷിപ്പ് എന്ന് വിളിക്കണം ആണെന്നും ഈ കുട്ടി ഷോയിൽ പറയുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുന്ന നായികയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് കാണിക്കുന്നത്. പക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നായിക റൂമിലേക്ക് കയറി വരുന്നു. നായിക നോക്കുമ്പോൾ കുട്ടികൾ ഒളിഞ്ഞു നിന്ന് അത് കാണുന്നു. അവരോട് പോയി കിടന്നുറങ്ങാനും തിരിച്ചു വന്ന അമ്മായിയമ്മയോട് നായിക അവരുള്ളപ്പോൾ ഇത് വെക്കരുതെന്നും അവർ സീക്രട്ടായി ഇതെല്ലാം കേൾക്കുമെന്നും പറയുന്നു. പക്ഷെ തനിക്കിപ്പോൾ കുട്ടികളെ വഴക്ക് പറയാനുള്ള ഒരു ആരോഗ്യവും ഇല്ല എന്നും പറയുന്നു. അപ്പോൾ നായികയുടെ ഹസ്ബൻഡിൻ്റെ അമ്മ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി, പെൺകുട്ടികളെ വളർത്തുന്നതിനേക്കാളും ടഫ് ആൺകുട്ടികളെ വളർത്തുന്നതാണെന്നും ഞാൻ അവനെ വളർത്തിയതിൽ തെറ്റിപ്പോയെന്നും ഞാൻ ഒരു അമ്മയായി ഫെയിൽ ചെയ്തുവെന്നും നായികയോട് പറയുന്നു. സീനിൽ നായികയും സ്നേഹയും ഓഫീസിൽ കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമർ അവിടേക്ക് വരുന്നു. ഉമർ എന്തോ പറയാൻ വരുമ്പോൾ നായിക, വേൽപാണ്ഡ്യൻ്റെ കേസ് എനിക്ക് കിട്ടിയതിൽ ഫേക്ക് കൺഗ്രാജുലേഷൻസ് തരാനാണ് വന്നതെങ്കിൽ എനിക്കത് വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ ഉമർ, അല്ല ശരിക്കും എനിക്ക് ഐ ഫീൽ ബാഡ് ഫോർ യു, ആ ഇൻ്റർവ്യൂ കണ്ടതിൽ പിന്നെ എനിക്ക് സങ്കടമാണെന്ന് പറയുന്നതിൽ സ്നേഹ, ശരിയാണ്, ഉമറിന് അത് ആലോചിച്ചിട്ട് സങ്കടമുണ്ട് എന്ന് നായികയോട് പറയുന്നു. അപ്പോൾ നായിക, ഈ ഇൻ്റർവ്യൂ എല്ലാം ആസ്വദിക്കാൻ ആൾക്കാരുള്ളത് കൊണ്ടാണ് അവരിതെല്ലാം ചെയ്യുന്നതെന്നും ഇതിൽ ആരെ കുറ്റം പറയാൻ അറിയുന്നില്ല എന്നും നായിക പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കമ്പനിയിൽ അത്യാവശ്യം സീനിയർ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിനെ പെട്ടെന്ന് ലേ ഓഫ് ചെയ്യുന്നത് അപ്പുറത്ത് അവർ കാണുന്നു. അവർ 3 പേരും ഒരു ദീർഘനിശ്വാസം വിട്ട് ഇരിക്കുന്നത് കാണിച്ചുകൊണ്ട് ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ ഫേമിൻ്റെ എല്ലാവർക്കും ഒരു വീഡിയോ കോൺഫറൻസ് അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഫേമിൻ്റെ ഹെഡിന് ഇലങ്കോ മൂർത്തി എന്ന് പറഞ്ഞ ഒരാളുടെ കോള് വരുന്നു. ഫേമിൻ്റെ ഹെഡ് 1 മിനിറ്റ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് തൻ്റെ ക്യാബിനിലേക്ക് പോകുന്നു. അപ്പോൾ നായികയുടെ അടുത്തിരിക്കുന്ന ഒരു അഡ്വക്കേറ്റ് നായികയുടെ ഹസ്ബൻഡിനെ തനിക്ക് വളരെ ഇഷ്ടമാണെന്നും അദ്ദേഹം തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള എല്ലാ അലിഗേഷൻസും പെട്ടെന്ന് തീരട്ടെ എന്ന് പറയുന്നു. നായിക അതിന് താങ്ക് യു എന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്നത് ക്യാബിൻ്റെ ഉള്ളിൽ ആ ഫേമിൻ്റെ ഹെഡ് ഇലങ്കോമൂർത്തിയോട് സംസാരിക്കുന്നതാണ്. ഇലങ്കോമൂർത്തി ഫേമിൻ്റെ ഹെഡിനോട് RBV ഹോസ്പിറ്റലിനെ പറ്റി ഒരു കാര്യം പറയാനാണ് വിളിച്ചതെന്നും അവർ തനിക്ക് NOCക്ക് വേണ്ടി ഒരുപാട് പ്രഷർ തരുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ അവരെ തനിക്ക് ഇഷ്ടമല്ലെന്നും പക്ഷേ മാഡം അവർക്ക് ഒരു അപ്പീൽ കൊടുത്തതിൽ വളരെ സന്തോഷമുണ്ടെന്നും ആ കേസ് ജയിക്കട്ടെ എന്ന് പറഞ്ഞ അയാൾ മാഡത്തിനെ പ്രശംസിക്കുന്നു. അടുത്ത സീനിൽ നായികയുടെ ഫ്രണ്ടായ ഹരിദീപക്കിന് RBV ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോള് വരുന്നു. അതിലൊരാൾ നായകനോട്, നിങ്ങൾ ഈ കേസിൽ നിന്ന് മാറാൻ എത്ര രൂപയാണ് കോമ്പൻസേഷൻ വേണ്ടതെന്നും എത്ര രൂപ വേണമെങ്കിലും തരാമെന്നും പറയുന്നു. നായകൻ പക്ഷെ അയാളോട് ചൂടായിട്ട്, ഞങ്ങൾ ഈ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നും നീയും ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്സും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് പറഞ്ഞ് അയാളെ ചീത്ത വിളിച്ചുകൊണ്ട് ഫോൺ വയ്ക്കുന്നു. സീനിൽ കോടതിയുടെ വരാന്തയിൽ വെച്ച് നായികയ്ക്ക് നേരത്തെ ഇൻ്റർവ്യൂവിൽ സംസാരിച്ച ടീന എന്ന കുട്ടിയുടെ ഒരു വീഡിയോ കോൺഫറൻസ് പോലത്തെ ഒരു വീഡിയോ വരുന്നു. അതിനകത്ത് കുട്ടി, ഞാൻ ഇൻഡയറക്ട്ലി ഗുണശേഖരനെ പറ്റിയാണ് സംസാരിച്ചതെന്നും അത് ഇത്ര വലിയ ഇമ്പാക്റ്റ് ആവുമെന്നും ഞാൻ അറിഞ്ഞില്ല, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ പറ്റി സംസാരിക്കില്ല എന്ന് നായികയോട് പറയുന്നു.
അടുത്ത സീനിൽ RBV ഹോസ്പിറ്റലിൻ്റെ കേസ് ഹിയറിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേമിൻ്റെ ഹെഡ് ഞങ്ങൾ അവർക്കെതിരായുള്ള 2 എവിഡൻസും നിങ്ങൾക്ക് സമർപ്പിച്ചു, ജഡ്ജിന് സമർപ്പിച്ചു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ചെയ്യാനുള്ളത് ഹോൾഡിൽ വെക്കണം എന്ന് പറയുന്നു. അപ്പോൾ ജഡ്ജ് എവിഡൻസ് എല്ലാം ഞാൻ കണ്ടു, അപ്പോൾ കുറച്ച് കാലത്തേക്ക് RBV ഹോസ്പിറ്റൽ ഹോൾഡിൽ വെക്കണമെന്ന് കേസിൽ നമ്മളുടെ ഫേമിന് അനുകൂലമായി വിധി വരുന്നു. അടുത്ത സീനിൽ നമ്മുടെ ഫേമിൽ ഇതിൻ്റെ സെലിബ്രേഷനാണ് കാണുന്നത്. അവിടെ വെച്ച് ഫേമിൻ്റെ ഹെഡിനോട് നമ്മുടെ നായികയുടെ ഫ്രണ്ട് ഹരിദീപക് കൺഗ്രാജുലേഷൻസ് പറയുന്നു. നിങ്ങൾ നല്ലോണം വാദിച്ചെന്നും നല്ല ഒരു വക്കീലാണെന്നും പറയുന്നു. അത് നമ്മുടെ നായിക കേൾക്കുന്നു. നായികയ്ക്ക് വളരെ സന്തോഷമാവുന്നു. അപ്പോൾ നായികയുടെ ഫോണിലേക്ക് ആദ്യ ഈ കേസ് ജയിച്ചതിൽ ഒരു വോയിസ് നോട്ട് അയക്കുന്നു. അത് നാദ്യ ഫേമിൻ്റെ ഹെഡിനെ കേൾപ്പിക്കുന്നു. ഫേമിൻ്റെ ഹെഡ് നായികയോടും നിങ്ങൾ നല്ല ജോലി ചെയ്തു, ഗുഡ് ജോബ് എന്നൊക്കെ പറയുന്നു. ഫേമിൻ്റെ ഹെഡ് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ നായിക ഹരിദീപകിനോട് നീ കോംപ്ലിമെൻറ്റ് ചെയ്ത രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ആ സീൻ അവിടെ കഴിയുന്നു. അടുത്തത് നമ്മുടെ നായികയുടെ മൈനർ എ വേഴ്സസ് വേൽപാണ്ഡ്യൻ എന്ന കേസിൻ്റെ ഹിയറിംഗ്, അതായത് വിധിയായിരുന്നു. അതിനകത്ത് വേൽപാണ്ഡ്യൻ ഹൈക്കോർട്ടിന് കൊടുത്ത് ബെയിൽ റിജക്റ്റ് ചെയ്യണമെന്ന അപ്പീൽ കോടതി തള്ളുന്നു. പോക്സോ കേസാണ് അതിലും കൂടുതൽ പ്രൊസീഡൻസ് ഉള്ളത് എന്ന് പറഞ്ഞ് വേൽപാണ്ഡ്യൻ്റെ കേസ് റിജക്റ്റായി അയാളെ ജയിലിലേക്ക് തന്നെ അയക്കുന്നു. നായികയ്ക്ക് സന്തോഷമാവുന്നു. സീനിൽ നായികയും സ്നേഹയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹ വേൽപാണ്ഡ്യൻ്റെ ഷോ വളരെ ഗംഭീരമായിരുന്നെന്നും LLB പഠിച്ച ഒരാൾ കോടതി കിടന്ന് ഇത്ര ഒച്ചയെടുക്കുന്നത് ആക്ച്വലി തെറ്റാണെന്നും പറയുന്നു. അപ്പോൾ പക്ഷേ നായിക എനിക്ക് ഈ കേസ് കുറച്ചും കൂടെ ജയിക്കണമെങ്കിൽ കൂടുതൽ എവിഡൻസ് വേണമെന്നും വേൽപാണ്ഡ്യൻ ഹോസ്പിറ്റലിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്, ആ കുട്ടിയെ ഡിഫെയിം ചെയ്യാൻ പൈസ മേടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ കൂടുതൽ എവിഡൻസ് വേണമെന്നും നായിക സ്നേഹയോട് പറയുന്നു. അടുത്ത സീനിൽ നമ്മുടെ കേസ് ഹിയറിംഗ് ആണ് കാണിക്കുന്നത്. അവിടെ വെച്ച് വേൽപാണ്ഡ്യന് വേണ്ടി വാദിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അയാൾ ഞാനല്ല ഫസ്റ്റ് ഈ വീഡിയോ ഇട്ടതെന്നും ആ കുട്ടി സ്വയം തൻ്റെ വീഡിയോ നെറ്റിലിടുകയായിരുന്നെന്നും അപ്പോൾ തന്നെ അത് എല്ലായിടത്തേക്കും ലീക്കായെന്നും പറയുന്നു. പക്ഷെ നായിക അത് എതിർത്തുകൊണ്ട് അങ്ങനെയാണ് ഫസ്റ്റ് വന്നതെങ്കിലും ആ കുട്ടിയുടെ വീഡിയോ ബ്ലർ ചെയ്തിട്ടാണ് വേറൊരു ബാക്കി എല്ലാ മീഡിയ ചാനലും ഇട്ടതെന്നും വേൽപാണ്ഡ്യൻ അത് ഫോളോ ചെയ്തിട്ടില്ലെന്നും അത് സെക്ഷൻ 23 പ്രകാരം തെറ്റാണെന്നും പറയുന്നു. പക്ഷേ വേൽപാണ്ഡ്യനും നായികയും തമ്മിൽ അത് കഴിഞ്ഞ് അവിടെ വെച്ചൊരു തർക്കമുണ്ടാകുമ്പോൾ, അതായത് വേൽപാണ്ഡ്യൻ തൻ്റെ ഭർത്താവിൻ്റെ പേര് അവിടെ എടുത്തിടുമ്പോൾ നായികയും അയാളും തമ്മിൽ ഒരു തർക്കം ഉണ്ടാകുമ്പോൾ കോടതി കേസ് വേറൊരു ദിവസത്തേക്ക് അഡ്ജേൺ ചെയ്ത് വെക്കുന്നു. അടുത്ത സീനിൽ സ്നേഹ നായികയോട് വന്ന് വേൽപാണ്ഡ്യനെതിരെ തനിക്കൊരു എവിഡൻസ് കിട്ടിയെന്നും ഒരാൾ തന്നെ വിളിച്ചിട്ട് ഇന്ന സ്ഥലത്തേക്ക് വന്നാൽ എവിഡൻസ് തരാമെന്നും പറയുമ്പോൾ നായികയും സ്നേഹയും കൂടെ അയാളെ കാണാൻ പോകുന്നു. അവിടെ വെച്ച് മതി എന്നൊരാൾ നായികയോടും സ്നേഹയോടും താൻ വേൽപാണ്ഡ്യൻ്റെ കൂടെയാണ് പണ്ട് വർക്ക് ചെയ്തതെന്നും അയാളുടെ ജോലി ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവിടെ നിന്ന് വന്നതാണെന്നും പറയുന്നു. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ അത് പറയുന്നതെന്ന് ചോദിക്കുന്നതിൽ അയാൾ ഒരു ഫോട്ടോ കാണിക്കുന്നതിൽ വേൽപാണ്ഡ്യൻ തോളിൽ കൈവച്ച് നിൽക്കുന്നയാൾ RBV ഫെർട്ടിലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഓണറിൻ്റെ സണ്ണാണെന്ന് പറയുന്നു. അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഒരാൾ തനിക്കറിയാവുന്ന ഒരാളാണെന്നും അയാളെ വിറ്റ്നസ്സായിട്ട് തനിക്ക് വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റുമെന്നും പറയുന്നു. അപ്പോൾ സ്നേഹ ആ ഫോട്ടോ തനിക്കൊന്ന് അയച്ചു തരണമെന്ന് പറഞ്ഞ് അയാൾ ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ നായികയും നായികയുടെ ഫ്രണ്ടായ ഹരിദീപക്കും കൂടെ ഒരു ഹോട്ടലിലേക്ക് കയറിപ്പോയിട്ട് മെയ് 31 വേൽപാണ്ഡ്യൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കുന്നു. സ്റ്റാഫ് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യൂ, ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞു പോകുമ്പോൾ വേറൊരാൾ ഇവർ രണ്ടുപേരും നിൽക്കുന്ന കാണുമ്പോൾ അവരുടെ വീഡിയോ എടുക്കുന്നുണ്ട്. സ്റ്റാഫ് തിരിച്ചു വന്നിട്ട് ഇവരുടെ കയ്യിൽ ഒരു പേപ്പർ കൊടുക്കുമ്പോൾ അവർ പറഞ്ഞത് സത്യമാണെന്ന് തെളിയുന്നു. അടുത്ത സീനിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂത്ത കുട്ടിയുടെ ഫോണിലേക്ക് അൺനോൺ എന്ന് പറഞ്ഞ ഒരു നമ്പറിൽ നിന്ന് റിക്വസ്റ്റ് വരുന്നു. ആ കുട്ടി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഫ്ലാറ്റിൻ്റെ താഴത്തേക്ക് ഓടിപ്പോകുമ്പോഴേക്കും താഴെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാർ ആ കുട്ടി എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് പോകുന്നു. ഇളയ കുട്ടി അത് കാണുന്നു ചെയ്യുന്നു. അങ്ങനെ ആ സീൻ അവിടെ അവസാനിക്കുന്നു. സീൻ മൈനർ എ വേഴ്സസ് വേൽപാണ്ഡ്യൻ കേസാണ്. അവിടെ വെച്ച് നായിക ഈ വേൽപാണ്ഡ്യൻ എന്ന് പറഞ്ഞ ആൾ RBV ഫെർട്ടിലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഓണറിൻ്റെ സണ്ണിൻ്റെ കയ്യിൽ നിന്ന് ഒരു ലക്ഷറി കാർ മേടിക്കുന്ന വീഡിയോ കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ വേൽപാണ്ഡ്യൻ അതേ ഞാൻ കാർ മേടിച്ചെന്നും അയാൾ എൻ്റെ ഒരു ഫ്രണ്ടാണെന്നും അതിനെന്താ തെറ്റ് എന്ന് പറഞ്ഞു വാദിക്കുന്നു. അപ്പോൾ നായിക കാർ മേടിച്ചത് തെറ്റല്ലെന്നും പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നത് RBV ഫെർട്ടിലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഒഫീഷ്യൽ പേയ്മെൻറ്റ് സൈറ്റാണെന്നും അതുപോലെ തന്നെ അയാൾ മെയ് 31 ഹോട്ടലിൽ താമസിച്ചപ്പോൾ അതിൻ്റെ ബിൽ കൊടുത്തതും അയാൾ കഴിച്ചതിൻ്റെയും എല്ലാത്തിൻ്റെയും ബിൽ കൊടുത്തതും RBV ഫെർട്ടിലിറ്റി ഹോസ്പിറ്റലാണെന്നും സോ വേൽപാണ്ഡ്യൻ RBV ഫെർട്ടിലിറ്റി ഹോസ്പിറ്റലിൻ്റെ കയ്യിൽ നിന്നും ആ കുട്ടിയെ ഡിഫെയിം ചെയ്യാൻ വേണ്ടി പൈസ മേടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് നായിക പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ വേൽപാണ്ഡ്യൻ്റെ കസ്റ്റഡി കുറച്ച് നാളും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ കോടതി വിധി വരുന്നു. വേൽപാണ്ഡ്യൻ നായികയെ ദേഷ്യത്തോടെ നോക്കുന്നു. നായിക കേസ് ജയിച്ച് പുറത്തേക്ക് വരുമ്പോൾ എല്ലാ മീഡിയയും നായികയെ ചുറ്റും വളയുന്നു. അതുപോലെ തന്നെ ഫേമിൻ്റെ ഹെഡും ഹരിയും കൂടെ സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ കത്തുകയാണെന്നും നായിക കേസ് ജയിച്ചതിൽ എല്ലാവരും നായികയെ പ്രശംസിക്കുകയാണെന്നും ഹരിദീപക് ഫേമിൻ്റെ ഹെഡിനോട് പറയുന്നു. ഫേമിൻ്റെ ഹെഡായ ലാവണ്യ ഹരിയോട് നായിക തൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നും ഇതൊക്കെ നമ്മുടെ ഫേമിന് എത്രമാത്രം ഉപകാരപ്പെടുമെന്നും വരുമ്പോൾ കാണാമെന്ന് പറയുന്നു. അപ്പോൾ ഹരി നായികയ്ക്ക് താൻ ഒരു നറേറ്റീവ് കൊടുത്തിട്ടില്ലെന്നും നമ്മുടെ ഫേമിനെ പറ്റി ഇതുപോലെ സംസാരിക്കണമെന്ന് പുറത്ത് പറയണമെന്ന് നായികയോട് പറഞ്ഞിട്ടില്ലെന്നും സോ അവൾ എങ്ങനെ പറയുമെന്ന്
ലാവണ്യയോട് ചോദിക്കുന്നു. അപ്പോൾ ലാവണ്യ ലവർ ബോയ് ടു ദ റെസ്ക്യൂ എന്ന് പറഞ്ഞ് ഹരിയെ കളിയാക്കുന്നു. അടുത്ത സീനിൽ നായികയുടെ ഹസ്ബൻഡ് ഗുണശേഖറിൻ്റെ കേസ് ഹിയറിംഗ് ആണ്. അപ്പോൾ ഗുണശേഖറിൻ്റെ സൈഡിലുള്ള അഡ്വക്കേറ്റ് ഗുണശേഖരൻ ഒരു നല്ല അച്ഛനും ഹസ്ബൻഡുമാണെന്ന് പറയുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന അഡ്വക്കേറ്റ് അയാൾ ഒരു നല്ല ഹസ്ബൻഡ് ആണെങ്കിൽ എന്തിനാണ് വൈഫ്, അതായത് നമ്മുടെ നടി, ഒരു ഡിവോഴ്സ് ലോയറിനെ സ്കാൻഡൽ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് കണ്ടേ എന്നും ചോദിക്കുന്നു. അപ്പോൾ നായികയോട് നമ്മുടെ ഫ്രണ്ടിൻ്റെ, അതായത് നമ്മുടെ നായകൻ്റെ ഫ്രണ്ടിൻ്റെ PA കം അഡ്വക്കേറ്റ് ഇത് ശരിയാണോ എന്ന് ചോദിക്കുന്നത്. നായിക ഒന്നും പറയാതെ ഒരു കോള് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. നായിക കോൾ സംസാരിച്ച് തിരിയുമ്പോൾ PA നായകന് ബെയിൽ കിട്ടിയെന്നും അവിടെ അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യം സത്യമാണോ, അതായത് നീ ഡിവോഴ്സിന് അഡ്വക്കേറ്റിനെ കണ്ടോ എന്ന് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ നായിക സ്കാൻഡൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ കാണാൻ പോയി എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ PA നായകന് ബെയിൽ കിട്ടിയെന്നും പുറത്തു വരുമ്പോൾ ഒരു ചെറിയ പാർട്ടി, മാലയൊക്കെ ഇട്ടുള്ള ഒരു ചെറിയ പാർട്ടി ഉണ്ടെന്നും വീട്ടിലെത്തുമ്പോൾ നായകനോട് ഇത്തിരി സ്നേഹത്തോടെ പെരുമാറണമെന്നും നായികയോട് പറയുന്നു. നായിക അതിന് തലയാട്ടുന്നു. അടുത്ത സീൻ കുട്ടികൾ അച്ഛൻ തിരിച്ചു വന്നതിൻ്റെ, അതായത് ഇളയ കുട്ടി അച്ഛൻ തിരിച്ചു വന്നതിന് വെൽക്കം അച്ഛൻ എന്ന് പറഞ്ഞ ഒരു പോസ്റ്ററൊക്കെ വീടിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു വെക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ നായകൻ വീട്ടിലേക്ക് വരുന്നു. അവരുടെ മക്കൾ നായകനെ കെട്ടിപ്പിടിച്ച് വളരെ സന്തോഷം ഉള്ള സീനാണ് നമ്മളെ കാണിക്കുന്നത്. നായകൻ നായികയോട് തൻ്റെ അടുത്ത് വന്ന് ഇരിക്കാൻ പറയുമ്പോൾ നായിക വേണ്ട, താൻ ഇവിടെ നിന്നോളാമെന്ന് പറയുന്നു. രാത്രി അച്ഛൻ മക്കളെ ഉറക്കുന്നു. അപ്പോൾ മോൻ മാത്രം ഉറങ്ങാത്തപ്പോൾ ഉറങ്ങുക എന്ന് പറഞ്ഞ് കൈ പിടിച്ച് രണ്ടുപേരെ ഉറക്കി പുറത്തേക്ക് വരുമ്പോൾ നായിക മാത്രം നായകൻ്റെ ബെഡും സാധനങ്ങളെല്ലാം പുറത്ത് സോഫയിൽ വെക്കുന്നത് കാണിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്കിപ്പോഴും ഒരുമിച്ച്, നായികയ്ക്ക് ഇപ്പോഴും നായകൻ്റെ കൂടെ കിടക്കാൻ താല്പര്യമില്ല. രണ്ടുപേരും രണ്ട് മുറിയിൽ കിടന്നത് കാണിച്ചുകൊണ്ട് ഈ സീൻ അവിടെ അവസാനിക്കുന്നു. അങ്ങനെ ഈ എപ്പിസോഡും അവസാനിക്കുന്നു. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. പ്ലീസ് ഓൾസോ സപ്പോർട്ട് us ബൈ സബ്സ്ക്രൈബിങ് അവർ ചാനൽ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.